വിവിധ തരത്തിലുള്ള പരിശീലന പരിപാടികൾ കൂടാതെ സംഘത്തിന് ആവശ്യമായ നൂതനമായ ടെക്നോളജി നടപ്പിലാക്കുവാൻ ആവശ്യമായ പ്രൊജക്ടുകൾ ചെയ്തു കൊടുക്കാൻ ഒരു കൺസൾട്ടൻസി ഏജൻസി ആയി കൂടെ ICM പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇതുകൂടാതെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കുവാൻ ആവശ്യമായ 1 വർഷം നീണ്ടു നിൽക്കുന്ന HDCM കോഴ്സും ICM നടത്തി വരുന്നു. ഇതിന്റെ കൂടെ തന്നെ നടത്തി വരുന്നതാണ് ജീവനക്കാർക്ക് ആവശ്യമുള്ള നിർബന്ധിത പരിശീലനവും അല്ലാതെ പുതിയ ടെക്നോളജിയുടെ മുകളിലുള്ള പരിശീലനവും. കമ്പ്യൂട്ടർ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇടപാടുകൾ നടത്തുന്നു. ഇന്നത്തെ കാലത്ത് അതല്ല കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറയുന്നത്. ഇതൊരു ഓട്ടോമേഷൻ മാത്രമാണ്, അല്ലാതെ ഒരു കമ്പ്യൂട്ടറൈസേഷൻ ഫുള്ളി കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ നമ്മളുടെ മാറിയ കാലത്തിനൊത്ത് മാറ്റിയിട്ടുള്ള കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും റൂൾസും ഒക്കെ നമ്മളുടെ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് കാലത്തിനൊത്ത് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. മാറിയ കാലത്ത് ഭേദഗതികൾ ചെയ്തിട്ടുള്ള 69-ലെ നമ്മുടെ നിയമത്തിന്റെ അറിവ് കിട്ടുന്നിടത്താണ് നമ്മളുടെ ഊർജ്ജം വർദ്ധിക്കുകയും ചെയ്യുന്നത്. ഏതായാലും മത്സ്യബന്ധനത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നാളുകൾ, ഇനിയുള്ള വർഷങ്ങൾ പുരോഗതിയുടെ വർഷങ്ങളാണ്, വികസനത്തിൻ്റെ വർഷങ്ങളാണ്. ദേശീയ തലത്തിൽ 3 പ്രധാന മേഖലകളിലാണ് സഹകരണ രംഗത്തെ വികസനം സർക്കാർ ഉദ്ദേശിക്കുന്നത്. 2 ലക്ഷം മൾട്ടിപർപ്പസ് പാക്സുകൾ സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നു. പിന്നെ ഫിഷറീസ്, ഡയറി, കയർ മേഖലകളിൽ പുതിയ സഹകരണ സംഘങ്ങൾ വരാൻ വേണ്ടി പോകുന്നു. മത്സ്യബന്ധനത്തെ സംബന്ധിച്ചിടത്തോളം മത്സ്യബന്ധനം ഒത്തിരി ചേഞ്ചസിന് വിധേയമാകേണ്ടി വരും. പുതിയ കാലത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഫിഷറീസ് സംഘങ്ങളെ വള്ളവും വലയും കൊടുക്കാൻ, കടം കൊടുക്കാൻ മാത്രമുള്ള സംഘങ്ങളാക്കി നിർത്തിയാൽ നമുക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ ദേശീയ തലത്തിൽ വരുന്ന വലിയ മാറ്റം നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. എംപാക്സിൻ്റെ 2 ലക്ഷം തോതിലുള്ള സംഘങ്ങൾ വരുമ്പോൾ ഫിഷറീസിലും കയറിലും ഡയറിയിലും പ്രൈമറി സെക്ടറാണ്. പ്രൈമറി സെക്ടറിലെ ഈ ഒരു വികസനം, അതിൻ്റെ ഗുണഫലങ്ങൾ സ്വായത്തമാക്കാനുള്ള സന്നദ്ധത മത്സ്യബന്ധനം മുന്നോട്ട് വെക്കണമെന്നുള്ളതാണ്. മത്സ്യബന്ധനം ആ നിലയിൽ മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ട് ആ ദേശീയ തലത്തിലുള്ള വലിയ വികസന സാധ്യതകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള വലിയ പരിശ്രമം മത്സ്യബന്ധനത്തിൻ്റെ ഭാഗത്തുണ്ടാകണം. അതിന് പറ്റുന്ന തരത്തിലാവട്ടെ ഈ പരിശീലന പരിപാടി എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാർക്കുള്ള റോള് വളരെ വലുതാണ്. ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് വന്നു നിൽക്കുകയാണ്. അപ്പോൾ അത്തരം തടസ്സങ്ങളെ തള്ളി നീക്കിക്കൊണ്ട് എങ്ങനെയാണ് ഈ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുക, ഏതൊക്കെ പഴുതുകൾ നമുക്ക് അടക്കാൻ സാധിക്കും, പഴുതുകൾ കണ്ടെത്താൻ എങ്ങനെ സാധിക്കും. IS ഓഡിറ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റ്യൂട്ടറി സംവിധാനമായി മാറി. ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ് നമ്മുടെ നിയമത്തിൽ വന്നു കഴിഞ്ഞു. സെക്ഷൻ 2AB-ക്കും 2AD-യിലും അത് വന്നു കഴിഞ്ഞു, ഡെഫിനിഷനിൽ വന്നു കഴിഞ്ഞു. ഇൻഫർമേഷൻ സിസ്റ്റം ഓഡിറ്റ്, IT പ്ലാറ്റ്ഫോമിലുള്ള പരിശോധന. അപ്പം നാളെ ഇതിനെല്ലാം കൂടെ നിൽക്കേണ്ട ആളുകളാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാർ. അപ്പോൾ സംഘത്തിൽ എങ്ങനെയാണ് ഈ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഉള്ളത്, സിസ്റ്റത്തിലുള്ള ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്, ആ ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് അനുസരിച്ചിട്ടാണ് നമ്മുടെ സംഘം പ്രവർത്തിക്കുന്നത്. കാര്യങ്ങളിൽ വളരെ അടിസ്ഥാനപരമായ അന്വേഷണം നടത്തേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ ഭാരിച്ച ഉത്തരവാദിത്തമാണ് നമ്മൾ 2 വിഭാഗം ജീവനക്കാർക്കും ഉള്ളത്. ആ നിലയിൽ ഈ പരിശീലന പരിപാടി 4 ദിവസത്തെ പരിശീലന പരിപാടിയാണ് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാർക്ക് പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3 ദിവസത്തെ പരിശീലന പരിപാടിയാണ് മത്സ്യബന്ധനത്തിന് പ്ലാൻ ചെയ്തിരിക്കുന്നത്.